ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബേബീസ് കിച്ചൺ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ? അൽഹംദുലില്ലാ നമ്മളും സുഖമായിട്ടിരിക്കുന്ന. ഇന്നത്തെ റെസിപ്പി പാർട്ടികളിലേക്ക് നമുക്ക് തിളങ്ങാൻ പറ്റുന്ന ഒരു പൈനാപ്പിൾ പുഡിങ്ങിന്റെ വീഡിയോ ആണ്. ഒന്ന് ശ്രദ്ധിച്ചാൽ വളരെ സിമ്പിൾ ആയിട്ട് തന്നെ നമുക്ക് എല്ലാവർക്കും ഫംഗ്ഷനൊക്കെ തയ്യാറാക്കാൻ പറ്റുന്ന ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുഡിംഗ് ആണ് കേട്ടോ പൈനാപ്പിൾ പുഡിങ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും കമന്റും ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പൊ നമുക്ക് പുഡിംഗ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു പുഡിംഗ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു സ്മോൾ സൈസ് പൈനാപ്പിൾ ആണ്. തൊലിയൊക്കെ കളഞ്ഞ് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അരിഞ്ഞെടുക്കാം. വലിയ സൈസിലാണ് പൈനാപ്പിൾ ഉള്ളതെങ്കിൽ ഒരു പകുതിയൊക്കെ എടുത്തോളൂ കേട്ടോ. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ചൈന ഗ്രാസ് ആണ്. അപ്പോൾ ഞാനിവിടെ ഒരു 20 ഗ്രാം ചൈന ഗ്രാസ് എടുക്കുന്നുണ്ട്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ 10 ഗ്രാമിന്റെ പാക്ക് ആയിരിക്കട്ടെ ഉണ്ടാവുക. അപ്പോൾ ഒരു 2 പാക്ക് വാങ്ങിക്കാം കേട്ടോ. ഇനി ഇത് ഒരു ബൗളിലേക്ക് ഇട്ട് 1 കപ്പ് വെള്ളം ഒഴിച്ച് കുതിരാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. അപ്പോഴേക്കും പാലൊന്ന് നമുക്ക് അളന്ന് വെക്കാം. ഇതിനായിട്ട് 1 ലിറ്റർ പാലാണ് കേട്ടോ ഞാൻ എടുക്കുന്നത്. അതായത് കടയിൽ നിന്ന് വാങ്ങിക്കുന്ന 2 പാക്കറ്റ് പാല്. ഈ ഒരു അളവ് നമ്മൾ കറക്റ്റ് ചെയ്തെടുത്താൽ ഏത് പുഡിങ്ങും നമുക്ക് അടിപൊളിയായിട്ട് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. ഇനി നമ്മൾ ആദ്യം തയ്യാറാക്കുന്നത് കഷ്ണങ്ങളാക്കി വെച്ചിട്ടുള്ള പൈനാപ്പിൾ ഒന്ന് വേവിച്ചെടുക്കുകയാണ്. അതിനായിട്ട് ഒരു പാത്രം വെച്ച് കൊടുത്ത് അതിലേക്ക് പൈനാപ്പിൾ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്ത് കൂടെ ഒരു 3/4 കപ്പ് പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം. ഇനി ഇത് സിമ്മിലിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുക കേട്ടോ. പൈനാപ്പിൾ ഏകദേശം ഒന്ന് വെന്ത് വരുന്നത് വരെ നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഇതുപോലെ പാകമായി വരുന്ന സമയത്ത് നമുക്ക് ഇറക്കി വെച്ച് തണുക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇനി അടുത്ത പരിപാടി, എടുത്തു വെച്ച പാലിലേക്ക് 1 കപ്പ് പഞ്ചസാരയും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മിൽക്ക് മെയ്ഡ് ഒഴിച്ച് നന്നായിട്ട് മിക്സ് ആക്കി കൊടുത്ത് അലിയിച്ചെടുക്കാം. ഈ ഒരു ടൈമിൽ മധുരം കുറച്ച് മുന്നേ തന്നെ നിന്നോട്ടെ കേട്ടോ. എങ്കിലാണ് തണുപ്പിച്ച് കഴിക്കുമ്പോൾ പാകം മധുരമായിട്ട് കിട്ടുള്ളൂ. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് പാലൊന്ന് തിളപ്പിച്ചെടുക്കാം. ഈ ഒരു ടൈമിൽ പൈനാപ്പിളിന്റെ എസൻസ് കയ്യിലുള്ളവരുണ്ടെങ്കിൽ ഈ ഒരു പാലിലേക്ക് ഒഴിച്ചു കൊടുത്തോളൂ. അപ്പൊ നല്ലൊരു യെല്ലോ ഷെയ്ഡ് കളർ കിട്ടും കേട്ടോ. ഇല്ലെങ്കിൽ ഇതുപോലെ വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാം. പാൽ ഏകദേശം ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ചൈന ഗ്രാസും ഒന്ന് മെൽറ്റാക്കി എടുക്കാം കേട്ടോ. ചൈന ഗ്രാസ് സിമ്മിലിട്ട് ചൂടാക്കിയാൽ മതിയെ, പെട്ടെന്ന് തന്നെ മെൽറ്റായി കിട്ടും കേട്ടോ. അങ്ങനെ പാല് തിളച്ചിട്ടുണ്ട്, ചൈന ഗ്രാസ് മെൽറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും ഏകദേശം ഒരേ ടൈമിൽ തന്നെ റെഡി ആയിട്ടുണ്ട്. ഇനി പാലിന്റെ ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് മെൽറ്റായ ചൈന ഗ്രാസ് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ഒന്ന് ചൂടാറിയതിനു ശേഷം നമുക്ക് ഇഷ്ടമുള്ള സെർവിംഗ് ബൗളിലേക്ക് ഒഴിച്ച് വേവിച്ച് വെച്ച പൈനാപ്പിൾ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി പുഡിംഗ് നന്നായിട്ട് തണുക്കുമ്പോൾ സെറ്റ് ആയിട്ട് വരും കേട്ടോ. ആ ഒരു ടൈമിൽ മുകളിൽ കുറച്ചും കൂടെ ഡെക്കറേഷനായി പൈനാപ്പിൾ ഇഷ്ടമുള്ള രീതിയിലൊക്കെ ഇട്ട് കൊടുക്കാം. അതെല്ലാം നട്ട്സ് വേണമെന്നുണ്ടെങ്കിൽ അത് വെച്ച് ഡെക്കറേഷനും ചെയ്തെടുക്കാം കേട്ടോ. ഈ ഒരു പൈനാപ്പിൾ പുഡിംഗ് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുഡിംഗ് ആണ് കേട്ടോ. ഇനി ഇത് ഒരു 2 മണിക്കൂർ തണുപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഫ്രിഡ്ജിലോട്ട് മാറ്റാം. പുഡിംഗ് എപ്പോഴും തണുപ്പിച്ചിട്ട് വേണം കേട്ടോ കഴിക്കാൻ. അപ്പോഴാണ് കേട്ടോ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. അങ്ങനെ നമ്മൾ തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി കട്ട് ചെയ്തെടുക്കാം. അപ്പൊ നമ്മുടെ പൈനാപ്പിൾ പുഡിംഗ് അടിപൊളിയായിട്ടുണ്ട്. ഇതുപോലുള്ള വീഡിയോക്കായിട്ട് എന്നെ ഒന്ന് സബ്സ്ക്രൈബും ലൈക്കും ചെയ്യുക. കൂടെ ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷനും കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ ഫ്രണ്ട്സ്.